എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര തുമ്മൽ രാവിലെ എണീറ്റപ്പം, അതുകൊണ്ട് മുറിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ആണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് നോക്കാം. ഇതിൽ തേങ്ങ ചേർക്കാത്ത സ്റ്റൂ ആണ്. പിന്നെ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഞാനെൻ്റെ ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ള അപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. പച്ചരി അരിച്ച് പച്ചരി മാവിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. പാത്രം നിറയെ പൊങ്ങിയിരുന്നു. അയാളവിടെ കാണാം. ഞാനിപ്പോൾ തവിയെടുത്ത് ഇളക്കിയപ്പോഴാണത് പോയത്, താഴ്ന്നത്. അപ്പം ഞാൻ അപ്പത്തിൻ്റെ പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുവരെ. ഞാനിങ്ങനെ അരി അരച്ചാണ് അപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കിത് ഒഴിച്ചുണ്ടാക്കാം. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടെടുക്കാം. കാരണം അപ്പച്ചട്ടിയിലൊന്നും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ. പണ്ട് കാലം മുതലേ വീട്ടിലിങ്ങനെ ചെറിയ ഇതേപോലെ ഇരുമ്പ് ചീനച്ചട്ടി കാണും, അതിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് തന്നെ ഞാനും തുടരുന്നു. അപ്പം നല്ല അടിപൊളി അപ്പം കിട്ടിയിട്ടുണ്ട്. അടുത്ത അപ്പം റെഡിയായി കഴിഞ്ഞു. അതൊക്കെ എടുക്കണം. സൂപ്പർ അപ്പമാണ്. നമ്മുടെ വെള്ളയപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞു. വെള്ളയപ്പത്തിൻ്റെ പരിപാടി ഏകദേശം ആയിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ സ്റ്റൂ എന്തായി നോക്കണം. സ്റ്റൂ തുറന്നു കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം, കരിവേപ്പില ഇടണം, ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. കുരുമുളക് പൊടി ഇട്ടു, കരിവേപ്പില ഇട്ടു, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. തേങ്ങാപ്പാലിൻ്റെ ഉപയോഗം കുറവാണ് ഇവിടെ. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കാത്ത സൂപ്പ് പോലെയുള്ള സ്റ്റൂ ആണ് വെച്ചിരിക്കുന്നത്. സൂപ്പ് തന്നെ പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്പവും സ്റ്റൂവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിക്കാൻ തുടങ്ങാം. ഗ്രേവിക്ക് കട്ടി കുറവായിരിക്കും. ഉരുളക്കിഴങ്ങ് അധികം പൊടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.